ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് മൈക്രോ എക്കണോമിക്സ് ആണ്. അതിൽ റിവീൽഡ് പ്രിഫറൻസ് തിയറി ഓഫ് ഡിമാൻഡ് എന്നാണ് അതിൻ്റെ പേര്. അല്ലെങ്കിൽ ഇതിനെ RP തിയറം എന്ന് പറയും. അതുമല്ലെങ്കിൽ റിവീൽഡ് പ്രിഫറൻസ് ഹൈപ്പോത്തിസിസ് എന്നൊക്കെ ഇതിനെ പറയുന്നുണ്ട്. ഇത് ഒരു നല്ല തിയറിയാണ്. ഡിഗ്രിക്കും അതുപോലെ തന്നെ PG ക്ലാസ്സിലേക്കും ഒക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് RP തിയറം എന്ന് പറയുന്നത്. ഡെവലപ്ഡ് ബൈ PA സാമുവൽസൺ, പോൾ ആൻ്റണി സാമുവൽസൺ. ആൻ്റണി എന്നുള്ളതിന് അന്തോണി എന്നോ ആൻ്റണി എന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വിളിക്കാം. അപ്പോൾ സാമുവൽസൺ, PA സാമുവൽസൺ, അയാളെപ്പറ്റി പറയുന്നത് ഫസ്റ്റ് നോബൽ പ്രൈസ് വിന്നർ ഇൻ അമേരിക്കയിലെ ആദ്യമായിട്ട് അമേരിക്കയിൽ നോബൽ പ്രൈസ് എക്കണോമിക്സിന് കിട്ടിയ ആളാണ് സാമുവൽസൺ. അദ്ദേഹം കൊണ്ടുവന്നൊരു തിയറിയാണ് ഇവിടെ. അപ്പോൾ ഇത് നമ്മൾ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. J.R. ഹിഗ്സിൻ്റെ ഒരു തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. അവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? കൺസ്യൂമർ ഈസ് ഓൾവേസ് വീക്ക് വൈൽ പർച്ചേസിങ് ടു കോമ്പിനേഷൻസ്. ഏതെങ്കിലും രണ്ട് കോമ്പിനേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുമ്പോൾ ആവറേജ് കൺസ്യൂമർ വിത്ത് ലിമിറ്റഡ് ഇൻകം ഈസ് ഓൾവേസ് ഇൻഡിഫറൻറ്റ്. ആവറേജ് കൺസ്യൂമർ ഈസ് ഓൾവേസ് ഇൻഡിഫറൻറ്റ് ബിറ്റ്വീൻ ടു കോമ്പിനേഷൻസ്. രണ്ട് കോമ്പിനേഷൻസിൽ ഒരു ആവറേജ് കൺസ്യൂമർ ഇൻഡിഫറൻ്റ് ആയിരിക്കും ബിക്കോസ് ഓഫ് ലിമിറ്റഡ് ഇൻകം. ഉറപ്പായിട്ട് അവൻ അങ്ങോട്ട് പറയുന്നില്ല ഏതാണ് ഏത് കോമ്പിനേഷനാണ് ഹി ലൈക്സ് ഇറ്റ് ബെറ്റർ എന്ന് പറയുന്നില്ല. ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ഏതാണ് അത് പറയുന്നില്ല. പക്ഷേ അവിടെ ചെയ്യുന്ന ഒരു ആവറേജ് കൺസ്യൂമർ എപ്പോഴും എന്താണ്? ഇൻഡിഫറൻസ് ഇൻഡിഫറൻറ്റ് ബിറ്റ്വീൻ ടു കമ്മോഡിറ്റീസ്. അതാണ് നമ്മൾ അവിടെ പറഞ്ഞത്. സോ ഇത് ഈ സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. അതുകൊണ്ട് തന്നെ J.R. ഹിഗ്സിൻ്റെ ആ തിയറി ആണെങ്കിൽ സൈക്കോളജിക്കൽ തിയറി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ സ്ട്രോങ് ഓർഡറിംഗ് ആണ്. അതായത് ഇൻഡിഫറൻസ് കർവിലൂടെ നമ്മുടെ കൺസ്യൂമർ രണ്ട് കോമ്പിനേഷൻ്റെ ഇടയിൽ ഇൻഡിഫറൻ്റ് ആയിട്ട് അലസനെന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കറക്റ്റായിട്ടൊരു പർച്ചേസിങ് നടക്കുന്നില്ല. അതാണ് അവിടെ പറഞ്ഞത്. വേണമെങ്കിൽ അതാകാം, ഒന്നുകിൽ ഇതാകാം, ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ ആകാം, ഉറപ്പായിട്ടും പറയുന്നില്ല. എന്നാൽ ഇവിടെയാണെങ്കിൽ സാമുവൽസൺ സ്ട്രെസ് ദിസ് ഐഡിയ റിലേറ്റഡ് ടു സ്ട്രോങ് ഓർഡറിംഗ് പ്രിൻസിപ്പിൾ. അതാണ് ഈ തിയറിയുടെ പ്രത്യേകത. സ്ട്രോങ് ഓർഡറിംഗ്. മറ്റേത് വീക്ക് ഓർഡറിംഗ് ആണ്, സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. നേരെ മറിച്ച് ഇത് സാമുവൽസണിൻ്റെ ഈ RP തിയറി എന്ന് പറയുന്നത് സ്ട്രോങ് ഓർഡറിംഗ് ആണ്. സ്ട്രോങ് ഓർഡറിംഗ് അതാണ്. അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ആക്ച്വൽ ബിഹേവിയർ ഇൻ ദ മാർക്കറ്റ് റിലേറ്റഡ് ടു ഹിസ് ഇൻകം ആൻഡ് ഓൾസോ പ്രൈസ് ഓഫ് വേരിയസ് കമ്മോഡിറ്റീസ്. ഒരു ആവറേജ് കൺസ്യൂമറിൻ്റെ ഇൻകം എത്രയുണ്ട്, അതുപോലെ അവൻ പർച്ചേസ് ചെയ്യുന്ന കമ്മോഡിറ്റിയുടെ പ്രൈസ് എങ്ങനെയാണ്, ആ പ്രൈസ് ഇൻകം റിലേഷൻഷിപ്പിനെ പറ്റി ഒരു ആവറേജ് കൺസ്യൂമർ റിയലി ബിഹേവ്സ് ഇൻ ദ മാർക്കറ്റ് ഓർ ആക്ച്വൽ ബിഹേവിയർ ഓഫ് ദ കൺസ്യൂമർ ഇൻ ദ മാർക്കറ്റ് ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ ദ തിയറി RP തിയറം. അപ്പോൾ RP തിയറത്തിൽ അതാണ് നമ്മൾ പറയുന്നത്. ഒരു കൺസ്യൂമർ ആക്ച്വലി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു മാർക്കറ്റിൽ, അവൻ്റെ ഇൻകം അതുപോലെ തന്നെ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി, ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്തുകൊണ്ട് എങ്ങനെ ഒരു ആവറേജ് കൺസ്യൂമർ മാർക്കറ്റിൽ ബിഹേവ് ചെയ്യുന്നു, അതാണ് ഇവിടെ പറയുന്നത്. അതാ മനസ്സിലാക്കണ്ടേ. സോ ഇറ്റ് ഈസ് കോൾഡ് സ്ട്രോങ് ബിഹേവിയർ. ഒരു സ്ട്രോങ് ഓർഡറിംഗ് ആണ്, ഒരു സ്ട്രോങ് ഓർഡറിംഗ്. സോ ദ തിയറി ഈസ് ബേസ്ഡ് ഓൺ ടു പ്രിൻസിപ്പിൾസ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ തിയറിക്ക്. അതിൽ ഓർത്തിരുന്നോണം. നമ്പർ 1, ഇൻകം പ്രൈസ് റിലേഷൻഷിപ്പ് ഓഫ് ദ കൺസ്യൂമർ, ദാറ്റ് ഈസ് ദ ആക്ച്വൽ ബിഹേവിയർ ഓഫ് ദ കൺസ്യൂമർ. അതാണ് ഒരു പോയിന്റ്. ആക്ച്വൽ ബിഹേവിയർ ഓഫ് ദ കൺസ്യൂമർ, ദാറ്റ് ഈസ് പ്രൈസ് ഇൻകം റിലേഷൻഷിപ്പ്. നമ്പർ 2, ഓർഡിനൽ യൂട്ടിലിറ്റി. നമ്മൾ ഹിഗ്സിൻ്റെ യൂട്ടിലിറ്റി എന്താ വിളിച്ചത്? ഹിഗ്സും ഓർഡിനലാണ്. നേരെ മറിച്ച് മാർഷലിൻ്റെ യൂട്ടിലിറ്റിയെ നമ്മൾ എന്താ വിളിച്ചത്? കാർഡിനലാണ്. മാർഷലിൻ്റെ യൂട്ടിലിറ്റി കാർഡിനൽ യൂട്ടിലിറ്റി. ഹിഗ്സിൻ്റെ ഓർഡിനലാണ്, പക്ഷേ അതിനേക്കാൾ കുറേ കൂടെ സൂപ്പറാണിത്. ഇതും ഓർഡിനൽ യൂട്ടിലിറ്റിയാണ്. യൂട്ടിലിറ്റി കനോട്ട് ബി കറക്റ്റ്ലി മെഷർഡ്. യൂട്ടിലിറ്റി എങ്ങനെ കറക്റ്റായിട്ട് മെഷർ ചെയ്യാനൊക്കത്തില്ല. വി ക്യാൻ നമ്പേർഡ് യൂട്ടിലിറ്റി, അത്രേ പറയുന്നുള്ളൂ ഇവിടെ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ആക്ച്വൽ ബിഹേവിയർ ഓഫ് ദ കൺസ്യൂമർ ഇൻ ദ മാർക്കറ്റ് ആൻഡ് ഓൾസോ ഓർഡിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചേർത്ത് വെച്ചിരിക്കുകയാണ്, ബിഹേവിയറും ഓർഡിനൽ യൂട്ടിലിറ്റിയും. സോ ഇറ്റ് ഈസ് ടുഗദർ നോൺ ആസ് ബിഹേവിയറിസ്റ്റ് ഓർഡിനലിസ്റ്റ് തിയറി എന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് ഓർത്തിരുന്നോണം. ബിഹേവിയറിസ്റ്റ് ഓർഡിനലിസ്റ്റ് തിയറി. കാരണം എന്താണെന്ന് വെച്ചാൽ ദ തിയറി ഇൻക്ലൂഡ്സ് ബോത്ത് ആക്ച്വൽ ബിഹേവിയർ ഓഫ് ദ കൺസ്യൂമർ ആൻഡ് ഓൾസോ ഓർഡിനൽ യൂട്ടിലിറ്റി. ഇത് രണ്ടും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബിഹേവിയറിസ്റ്റ് ഓർഡിനലിസ്റ്റ് തിയറി. ഇത് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ തപസ് മജുംദാർ എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റാണ് അങ്ങനെ ആ പേരിട്ട് വിളിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്തിലൊന്ന് ഓർത്തിരുന്നോണം ഈ രണ്ട് കാര്യങ്ങളാണ്. ഇനി നമ്മൾ പറയുന്നത് വാട്ട് ഈസ് സ്ട്രോങ് ഓർഡറിങ് ഓർ റിവീൽഡ് പ്രിഫറൻസ്. അതായത് വൈൽ പർച്ചേസ് ആൻ ആവറേജ് കൺസ്യൂമർ വൈൽ പർച്ചേസിങ് എ കമ്മോഡിറ്റി ഹി റിവീൽസ് ഹിസ് പ്രിഫറൻസ് ഫോർ എ സ്പെഷ്യൽ കോമ്പിനേഷൻ, ദാറ്റ് ഈസ് റിവീൽഡ് പ്രിഫറൻസ് വൈൽ പർച്ചേസിങ് എ കമ്മോഡിറ്റി.
ഇപ്പോൾ ഒരാളൊരു കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോൾ ഓറഞ്ചുണ്ട്, ആപ്പിളുണ്ട്, പല ഫ്രൂട്ട്സുകളുണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ കൺസ്യൂമർ ഓറഞ്ചാണ് പർച്ചേസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആപ്പിളിനോട് നോക്കുന്നില്ല. അക്കോർഡിംഗ് ടു ഹിം ആപ്പിള് അയാൾ അതിനെ എന്ത് ചെയ്യുക, റിജക്റ്റ് ചെയ്യുക. ഹി ഓൺലി സെലക്ട് ഓറഞ്ച്. ഹിയർ വൈൽ പർച്ചേസിങ് ഓറഞ്ച് അവർ കൺസ്യൂമർ റിവീൽസ് ഹിസ് പ്രിഫറൻസ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം പല കോമ്പിനേഷനുണ്ട്, പല രീതികളുണ്ട്, പല രണ്ട് കമോഡിറ്റി ഉണ്ട്, അതിന് ഡിഫറൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ട്. പക്ഷേ അതിലേതെങ്കിലും ഒരു കോമ്പിനേഷൻ നമ്മുടെ കൺസ്യൂമർ സെലക്ട് ചെയ്തു. സപ്പോസ് എ എന്ന് പറയുക ഒരു കോമ്പിനേഷൻ, അതിൽ എ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ സെലക്ട് ചെയ്താൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് നോട്ട് സുപ്പീരിയർ ദാൻ ദാറ്റ് ഓഫ് ബി ഓർ സി ഓർ ഇൻഫീരിയർ ഓർ ഹൈ പ്രൈസ്ഡ് ഓർ ലോ പ്രൈസ്ഡ്. അതൊന്നുമല്ല. പിന്നെയോ ഹി ലൈക്സ് ഇറ്റ് ബെറ്റർ than any other combination. That means almost all alternative combinations are rejected by the customer. നമ്മുടെ കസ്റ്റമർ, നമ്മുടെ കൺസ്യൂമർ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് നോട്ട് ബെറ്റർ ദാൻ ബി ഓർ സി എന്നല്ല, ഓർ സുപ്പീരിയർ ഓർ ഇൻഫീരിയർ എന്നൊന്നുമല്ല. ഹി ലൈക്സ് ഇറ്റ് ബെറ്റർ ദാൻ എനി അതർ കോമ്പിനേഷൻ. അത്രയേ ഉള്ളൂ. എന്തുകൊണ്ട് നീ അത് സെലക്ട് ചെയ്തു? എനിക്കത് ഇഷ്ടപ്പെട്ടു, ഞാൻ സെലക്ട് ചെയ്തു. അവിടെ എന്താ ചെയ്തേ? ദ കൺസ്യൂമർ റിവീൽസ് ഹിസ് പ്രിഫറൻസ്. കണ്ടോ? അപ്പോൾ ആ കൺസ്യൂമർ അവൻ്റെ ആ പ്രിഫറൻസ് അവിടെ റിവീൽ ചെയ്തു, വെളിവാക്കി. ദാറ്റ് ഈസ് സ്ട്രോങ് ഓർഡറിങ്. ഇപ്പം നമ്മൾ പല കമ്പോളങ്ങളിലും ഇപ്പം പെണ്ണ് കാണാൻ, ചെറുക്കം കാണാൻ ഒക്കെ പോകും. അപ്പം ജെ.ആർ. ഹിക്സിൻ്റെ തിയറി അനുസരിച്ച് നമ്മൾ പറയുന്നത് എന്താ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, അപ്പനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടാൽ എനിക്കും ഇഷ്ടപ്പെട്ടു, എനിക്ക് പ്രത്യേകമായിട്ടൊരു ധാരണയൊന്നുമില്ല. അതാണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. പക്ഷേ ഇവിടെ അങ്ങനല്ല. ഇവിടെ അപ്പൻ്റെ അമ്മയുടെയും കൂടെ മോനോ മോളോ കാണാൻ പോകുമ്പോൾ അവർക്ക് അവനെ ഇഷ്ടപ്പെട്ടു, അല്ലെ അവളെ ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? ബിക്കോസ് ഹി ലൈക്ക് ഇറ്റ്സ് ബെറ്റർ, അല്ലെ ഷീ ലൈക്സ് ഇറ്റ് ബെറ്റർ ദാൻ അതർ കോമ്പിനേഷൻ. കണ്ടോ? അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ്? അത് എനിക്കിഷ്ടപ്പെട്ടു, ഞാനത് സെലക്ട് ചെയ്യുന്നു. അത് അച്ഛന് ഇഷ്ടപ്പെട്ടാലും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടാലും എനിക്കിഷ്ടപ്പെട്ടു. അതാണ് എൻ്റെ പ്രശ്നം. അമ്മയുടെ അച്ഛൻ്റെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ ചെന്നൊരു സാധനമായി ഒരു ചുരിദാർ വാങ്ങിക്കുന്നു, ഒരു പാൻറ്റ് വാങ്ങിക്കുന്നു, ഒരു വാച്ച് വാങ്ങിക്കുന്നു, എന്തെങ്കിലും വാങ്ങിക്കുന്നു. നമ്മളത് ഒരു കോമ്പിനേഷൻ സെലക്ട് ചെയ്തു. നമ്മുടെ കൂടെ ആരെങ്കിലും ഒക്കെ കാണും, ഫ്രണ്ട്സും ഒക്കെ കാണും. പക്ഷേ നമ്മളൊരു കോമ്പിനേഷൻ സെലക്ട് ചെയ്തു. മറ്റുള്ളവർ പറയട്ടെ എന്തിനാ അതെടുത്ത്? ഐ ലൈക്സ് ഇറ്റ് ബെറ്റർ ദാൻ എനി അതർ കോമ്പിനേഷൻ. അത്രയേ ഉള്ളൂ. എനിക്കത് ഇഷ്ടപ്പെട്ടു, ഞാനതെടുത്തു. ഓക്കെ, ഇതാണ് ഈ തിയറി പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എ കൺസ്യൂമർ പർച്ചേസിങ് എ കോമ്പിനേഷൻ ബിക്കോസ് ഹി ലൈക്സ് ഇറ്റ് ബെറ്റർ ദാൻ എനി അതർ കോമ്പിനേഷൻ. ദാറ്റ് മീൻസ് all alternative combinations are rejected by the consumer while selecting the special commodity. അപ്പോൾ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ കമ്മോഡിറ്റി അവൻ സെലക്ട് ചെയ്തപ്പോൾ ബാക്കിയുള്ളതിനെല്ലാം അവൻ റിജക്റ്റ് ചെയ്തു. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ സെലക്ട് ചെയ്താണ് ഏറ്റവും ബെസ്റ്റ്. ദാറ്റ് മീൻസ് വൈൽ സെലക്ടിങ് ദാറ്റ് കമ്മോഡിറ്റി ഹി റിവീൽസ് ഹിസ് പ്രിഫറൻസ്. അതുകൊണ്ടാണ് ഈ തിയറി അങ്ങനെ വിളിക്കുന്നത്. കാരണം അവൻ ഇഷ്ടപ്പെട്ട കമ്മോഡിറ്റി ഒരു സ്ട്രോങ് ഓർഡർ ചെയ്ത് എനിക്കിത് മതി എന്ന് സ്ട്രോങ്ലി അവൻ ഓർഡർ ചെയ്തു. അപ്പോൾ അവൻ്റെ ആ ഫീലിങ്സ്, അല്ലെങ്കിൽ അതിനെ സ്കെയിൽ ഓഫ് പ്രിഫറൻസ് എന്ന് പറയും, അവൻ്റെ ആ പ്രിഫറൻസ് അവിടെ റിവീൽ ചെയ്തു. അവൻ്റെ ഇഷ്ടം അവിടെ വെളിവാക്കി. സോ ദ തിയറി ഈസ് കോൾഡ് റിവീൽഡ് പ്രിഫറൻസ് തിയറി. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ വൈൽ കൺസ്യൂമർ പർച്ചേസിങ് എ കോമ്പിനേഷൻ, ദാറ്റ് മീൻസ് എ, that is while purchasing that combination he reveals his preference. അത്രയേ ഉള്ളൂ. that means according to him it is better than any alternative combinations. ബാക്കി കിടക്കുന്ന ഏത് കോമ്പിനേഷനേക്കാൾ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. അതുകൊണ്ട് the theory is also based on scale of preference എന്ന് പറയും. scale of preference അല്ലെങ്കിൽ strong ordering. that is while purchasing a commodity the consumer reveals his preference. so the theory is also called or ചോയ്സ് റിവീൽസ് പ്രിഫറൻസ്. നമുക്കേത് ചോയ്സ്, നമ്മൾ ആ ചോയ്സ് സെലക്ട് ചെയ്തു, നമ്മുടെ പ്രിഫറൻസ് അവിടെ റിവീൽ ചെയ്തു. ചിലപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കും, ചോയ്സ് റിവീൽസ് പ്രിഫറൻസ്, ഡിസ്കസ് അല്ലെ എക്സ്പ്രസ് അല്ലെ എലൂസിഡേറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ചോദിക്കും. ചോയ്സ് റിവീൽസ് പ്രിഫറൻസ്, അത്രയും മാത്രം. അപ്പോൾ ഓർത്തോടെ ഇതാരാണ്? RP തിയറമാണ്, സാമുവൽസന്റെ തിയറിയാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ കൺസ്യൂമർ ഒരു ആക്ച്വൽ ബിഹേവിയറാണ് പ്രൈസ് ഇൻകം റിലേഷൻഷിപ്പിൽ. ഓർഡിനൽ യൂട്ടിലിറ്റിയാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ബിഹേവിയറലിസ്റ്റ് ഓർഡിനലിസ്റ്റ് തിയറി എന്ന് പറയും. അതുപോലെ സ്ട്രോങ് ഓർഡറിംഗ് ആണ്, സ്കെയിൽ ഓഫ് പ്രിഫറൻസ് ആണ്, ദാറ്റ് മീൻസ് ചോയ്സ് റിവീൽസ് പ്രിഫറൻസ്. ക്ലിയർ ആയല്ലോ? ദെൻ ദ തിയറി ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ സർട്ടൺ അസംഷൻസ്. എല്ലായിടത്തും ഉണ്ട്. എക്കണോമിക്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അസംഷൻസ് ഉണ്ട്. ഈ അസംഷനെ തിരിച്ചിട്ട് കഴിയുമ്പോൾ ക്രിറ്റിസിസം ആകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ക്രിറ്റിസിസം അങ്ങനെ പ്രത്യേകം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അസംഷൻ എന്താണോ അത് അയാൾ പറയുന്നില്ലയോ, അയാൾ പറയുമ്പോൾ അയാളുടെ ഇഷ്ടപ്രകാരം അയാൾ
കുറേ സങ്കല്പങ്ങളോ ധാരണകളോ അയാൾ പറയുന്നു, അത് നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ, നമുക്കതിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിറ്റിസിസമായി. അല്ല, ക്രിറ്റിസിസത്തിന് വെറുതെ മെനക്കെട്ട് പഠിക്കേണ്ട കാര്യം എന്താ? ഇതിൻ്റെ മെയിൻ അസംഷൻസ്. നമ്പർ 1, റാഷണൽ ബിഹേവിയർ. നമുക്കറിയാം കൺസ്യൂമർ ബിഹേവ്സ് റാഷണലി ഇൻ ദ മാർക്കറ്റ്. ഒരു കൺസ്യൂമർ റാഷണൽ ബിഹേവിയർ ആണ് മാർക്കറ്റിൽ കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിത്ത് ഹിസ് ലിമിറ്റഡ് ഇൻകം ഹി പർച്ചേസ് ഡിഫറൻറ്റ് കോമ്പിനേഷൻ അക്കോർഡിംഗ് ടു ഹിസ് സ്കെയിൽ ഓഫ് പ്രിഫറൻസ്. അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവൻ്റെ ലിമിറ്റഡ് ഇൻകം കൊണ്ടാണ് അവൻ പർച്ചേസ് ചെയ്യുന്നത്. അവൻ ബോധമുള്ളവനായിരിക്കും, റാഷണൽ ബിഹേവിയർ. പിന്നെ ലിമിറ്റഡ് ഇൻകം, നമ്മൾ പറഞ്ഞു ലിമിറ്റഡ് ഇൻകം ടു കൺസ്യൂം. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലിമിറ്റഡ് ഇൻകം ഉള്ളത് കൊണ്ടൊക്കെയാണ് ഈ തിയറി നമുക്ക് വേണ്ടത്. അല്ലേ, എന്തിനാ? നമ്മുടെ കയ്യിൽ അൺലിമിറ്റഡ് ഇൻകം ഉണ്ടെന്നുണ്ട്. ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ അൺലിമിറ്റഡ് ഇൻകം, അവർക്ക് ഈ തിയറി ഫോളോ ചെയ്യേണ്ട കാര്യം വല്ലതുണ്ട്? ഒന്നുമില്ല, നമ്മുടെ ആൾക്കാർക്കൊക്കെ ഉള്ളൂ. കാരണം നമ്മുടെ ലിമിറ്റഡ് ഇൻകം. അപ്പോൾ നമ്മൾ ചെന്ന് ഓരോന്നും നിരങ്ങി ബാർഗെയിൻ ചെയ്താണ് പർച്ചേസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് നമ്മുടെ ഇൻകം ലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി ബിഹേവിയറാണ് ഇതിവിടെ നമ്മൾ പറയുന്നത്. അതും എല്ലാം ക്രിട്ടിസൈസ് ചെയ്യാം. കൺസിസ്റ്റൻ്റ് ആണ്. ദ ബിഹേവിയർ ഓഫ് ദ കൺസ്യൂമർ ഈസ് ഓൾവേസ് കൺസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഹി നെവർ ഇൻക്രീസസ് എക്സ് കമോഡിറ്റി മോർ ദാൻ ദാറ്റ് ഓഫ് സ്പെഷ്യൽ കോമ്പിനേഷൻ ഓർ ലെസ് ദാൻ ദാറ്റ് ഓഫ് സ്പെഷ്യൽ കോമ്പിനേഷൻ. നമ്മളൊരു സ്പെഷ്യൽ കോമ്പിനേഷൻ എടുത്ത് വെച്ചിരിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ട്രോങ് ഓർഡറിങ് വെച്ചിരിക്കുക. അതിൽ നിന്ന് ആ കമോഡിറ്റി കൂടാനോ കുറയ്ക്കാനോ അവൻ ശ്രമിക്കത്തില്ല. അവൻ കൺസിസ്റ്റൻ്റ് ആയിരിക്കും, ഒരേ മേഖലയിൽ തന്നെ നിൽക്കും. കൺസിസ്റ്റൻ്റ് ബിഹേവിയറാണ്, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടമൊന്നുമില്ല. അതുപോലെ സ്ട്രോങ് ഓർഡറിംഗ് ആണ്, നമ്മളിപ്പോൾ പറഞ്ഞു സ്ട്രോങ് ഓർഡറിംഗ് ആണ്, അതാണ് സ്കെയിൽ ഓഫ് പ്രിഫറൻസ്. സ്ട്രോങ് ഓർഡറിംഗ്, ദാറ്റ് ഈസ് സ്കെയിൽ ഓഫ് പ്രിഫറൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ട്രാൻസിറ്റിവിറ്റി പ്രിൻസിപ്പിൾ മറ്റൊരെണ്ണമാണ്. ട്രാൻസിറ്റിവിറ്റി പ്രിൻസിപ്പിൾ. നമ്മുടെ മുമ്പിൽ ഒരുപാട് കോമ്പിനേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, എ ഈസ് ഗ്രേറ്റർ ദാൻ ബി. നമ്മൾ ബിയേക്കാൾ കൂടുതൽ ഏതാ എടുക്കുന്നത്? എ ആയിരിക്കണം. അതുപോലെ ബി ഈസ് ഗ്രേറ്റർ ദാൻ സി. നമ്മൾ ഓപ്റ്റിമൈസറാണ്, നമുക്ക് പകരം വേറെണ്ണം എടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് എന്താ? സിയേക്കാൾ ബെറ്ററായിട്ട് ബി ആണ് എടുക്കുന്നത്. അങ്ങനെയെങ്കിൽ എ ഈസ് ഗ്രേറ്റർ ദാൻ സി ആയിരിക്കും. അപ്പോൾ എ ഈസ് ഗ്രേറ്റർ ദാൻ ബി, ദെൻ ബി ഈസ് ഗ്രേറ്റർ ദാൻ സി ആൻഡ് ഓൾസോ എ ഈസ് ഗ്രേറ്റർ ദാൻ സി. ഈ പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ട്രാൻസിറ്റിവിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയും. ഇതൊക്കെ ഒന്ന് മറിച്ചിട്ടേ അപ്പോൾ ക്രിറ്റിസിസമാകും. റാഷണൽ എല്ലാ ബിഹേവിയറും റാഷണലാണോ? അതുപോലെ തന്നെ ലിമിറ്റഡ് ഇൻകം ആണോ? അൺലിമിറ്റഡ് ഇൻകം ഒക്കെ ഇല്ലേ ഇപ്പോഴത്തെ എക്കോണമിയിൽ? കൺസിസ്റ്റൻസി എത്ര കൺസ്യൂമേഴ്സിനായിരിക്കുന്നത്? സ്ട്രോങ് ഓർഡറിങ് എത്ര പേരാണ് കൊണ്ടുവന്നത്? ട്രാൻസിറ്റിവിറ്റി പ്രിൻസിപ്പിൾ ഒന്നുമല്ല. അതൊക്കെ മറിച്ചിടാം. മറിച്ചിട്ട് കഴിയുമ്പോൾ അതിനെ നമുക്ക് ക്രിറ്റിസിസം എന്ന് പറയാം. ഇനി നമുക്ക് ദിസ് തിയറി ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഒരു സിമ്പിൾ ഡയഗ്രമാണ്. ആ ഡയഗ്രത്തിലൂടെ നമുക്കിതൊന്ന് എക്സ്പ്രസ് ചെയ്യാം. ഒ എക്സ് ആക്സിസിൽ ഗുഡ് എക്സ്, ഒ വൈ ആക്സിസിൽ ഗുഡ് വൈ. ഓക്കെ, ഇനി നമ്മൾ വേരിയസ് കോമ്പിനേഷൻസ് എടുത്തു. അതായത് എ, ഇവിടെ ഒരു കോമ്പിനേഷൻ എ, ഇവിടെ ഒന്ന് ബി, ഇവിടെ ഒന്ന് സി, ഡി, ഇ, ഒത്തിരിയുണ്ട്, എഫ്, ജി, എച്ച്, ഇങ്ങനെ പല കോമ്പിനേഷൻ നമ്മുടെ കയ്യിലുണ്ട്. നോക്കൂ, ഡിഫറൻറ്റ് കോമ്പിനേഷൻസ്. അപ്പോൾ ഡിഫറൻറ്റ് ഓൾട്ടർനേറ്റീവ് കോമ്പിനേഷൻസ് ആർ ഓപ്പൺ ടു ദ കൺസ്യൂമർ. വിത്ത് ലിമിറ്റഡ് ഇൻകം ഹി പർച്ചേസ് സപ്പോസ് കോമ്പിനേഷൻ സി. ഇവിടെയാണ് നമ്മുടെ റാഷണൽ ബിഹേവിയറുള്ള കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്നത്. സി എന്ന് പറയുന്ന കോമ്പിനേഷനാണ്. ഹിയർ ഹി ക്യാൻ പർച്ചേസ് ഒ എക്സ് 0 ഓഫ് എക്സ് കമോഡിറ്റി ആൻഡ് ഒ വൈ 0 ഓഫ് വൈ കമോഡിറ്റി. കണ്ടോ? അപ്പോൾ ഡിഫറൻറ്റ് കോമ്പിനേഷൻസ് അവിടെ കിടപ്പുണ്ട്. പക്ഷേ നമ്മുടെ കസ്റ്റമർ അല്ലെ നമ്മുടെ കൺസ്യൂമർ പർച്ചേസ് ചെയ്യുന്ന അവൻ സ്ട്രോങ് ഓർഡർ ചെയ്ത ഏത് പോയിൻ്റ്? ആ പോയിൻ്റ് സി ആണ് ഏറ്റവും ബെറ്റർ. അവനെ സംബന്ധിച്ചിടത്തോളം ഓൾ അതർ പോയിൻറ്റ്സ് ഓർ ഓൾ അതർ ആൾട്ടർനേറ്റീവ്സ് ആർ റിജക്റ്റഡ്. ബാക്കിയെല്ലാം റിജക്റ്റ് ചെയ്തു. അവന് വേണ്ടിയത് സെലക്ട് ചെയ്ത് ഏത് മാത്രമേ സി ഉള്ളൂ. ആ സിയിൽ അവൻ സെലക്ട് ചെയ്തപ്പോൾ അവൻ എന്തൊക്കെ കിട്ടി? ഒ എക്സ് 0 ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് എക്സ് ആൻഡ് ഒ വൈ 0 ഓഫ് ക്വാണ്ടിറ്റി വൈ. ഇതാണ് അവൻ സെലക്ട് ചെയ്തത്. കണ്ടോ? അപ്പോൾ ഇവിടെ ഓൺ ദ പർച്ചേസിങ് അറ്റ് ദ പോയിന്റ് സി ഹി റിവീൽസ് ഹിസ് പ്രിഫറൻസ് ആൻഡ് ഓൾ അതർ ഓൾട്ടർനേറ്റീവ് കോമ്പിനേഷൻസ് ആർ റിജക്റ്റഡ്. ബാക്കി കോമ്പിനേഷൻ എല്ലാം റിജക്റ്റ് ചെയ്തു. അവൻ ഓൺലി പർച്ചേസ് സി. അവന് ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. സപ്പോസ് എ, ബി, ഡി, ഇ, ജി, എഫ്, അല്ലെങ്കിൽ ദാണ്ട് കിടക്കുന്ന എച്ച്, ഏത് വേണമെങ്കിലും. പക്ഷേ എച്ചിലോട്ട് പോകാനൊക്കത്തില്ല ബിക്കോസ് ഓഫ് ലിമിറ്റഡ് ഇൻകം. കാരണം അവിടെ എച്ചിലോട്ട് നമുക്ക് പോകാനൊക്കത്തില്ല. ഈസ് ബിയോണ്ട് ദ കപ്പാസിറ്റി ഓഫ് ദ കൺസ്യൂമർ. കൺസ്യൂമറിൻ്റെ കപ്പാസിറ്റിക്ക് ദൂരെയാണ്. അതുകൊണ്ട് ആ പോയിന്റ് നമുക്ക് അറ്റൈൻ ചെയ്യാനൊക്കത്തില്ല, വിട്ടേക്കുക. പിന്നെ എഫ് ജി അത് ലിമിറ്റഡ് എമൗണ്ടേ വരത്തുള്ളൂ അതിൻ്റെ അകത്തിൽ ഇല്ലേ. അതായത് ആ ലൈനേലല്ല, നമ്മുടെ ബഡ്ജറ്റ് ലൈൻ അല്ലേ പ്രൈസ് ലൈൻ. നമ്മൾ ആ വരച്ച ബി എൽ എന്ന് പറയുന്ന പ്രൈസ് ലൈനാണ്, ബഡ്ജറ്റ് ലൈനാണ്, അല്ലെങ്കിൽ പ്രൈസ് ഇൻകം ലൈൻ എന്നൊക്കെ ഇതിനെ വിളിക്കാം. പ്രൈസ് ഇൻകം ലൈൻ, അതല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈൻ, അല്ലെങ്കിൽ പ്രൈസ് ലൈൻ, എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ ആ ലൈനിലുള്ളതാണ് നമുക്ക് ഏറ്റവും കറക്റ്റായിട്ട് ആ കോമ്പിനേഷൻ. ദാറ്റ് ഈസ് എ ബി സി ഡി ഇ ആർ എസെൻഷ്യൽ ടു പർച്ചേസ് ആൻ ആവറേജ് കൺസ്യൂമർ. ഒരു ആവറേജ് കൺസ്യൂമറിനെ
സംബന്ധിച്ചിടത്തോളം അതാണ് നല്ല പോയിൻ്റ്. ഇതത്രയും കൊള്ളത്തില്ല, എഫും ജിയും ഒക്കെ ഉള്ളിലല്ലേ കിടക്കുന്നത്. അപ്പോൾ വളരെ സ്മോൾ ക്വാണ്ടിറ്റി കമ്മോഡിറ്റിയെ വരത്തുള്ളൂ. അതൊരു സാറ്റിസ്ഫാക്ഷൻ അല്ല, വിട്ടുകള. എച്ചിലോട്ട് പോകാൻ നമ്മുടെ ഉണ്ടോ? ഇല്ല. ബിയോണ്ട് ദ കപ്പാസിറ്റി ഓഫ് ആൻ ആവറേജ് കൺസ്യൂമർ, അങ്ങോട്ട് പോവുകയും വേണ്ട. അപ്പം പിന്നെ ഇതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ കൺസ്യൂമർ സ്ട്രോങ് ഓർഡറിങ് കൺസ്യൂമർ, അതായത് സ്കെയിൽ ഓഫ് പ്രിഫറൻസ് ഉള്ള കൺസ്യൂമർ, ആ കൺസ്യൂമർ അല്ലെ റാഷണൽ ബിഹേവിയർ ഉള്ള കൺസ്യൂമർ പർച്ചേസ് ഒൺലി കോമ്പിനേഷൻ സി വേർ ഹി ക്യാൻ പർച്ചേസ് X0 ഓഫ് എക്സ് കമോഡിറ്റി ആൻഡ് Y0 ഓഫ് വൈ കമോഡിറ്റി. വേണമെങ്കിൽ നമുക്കൊരു ഇൻഡിഫറൻസ് കർവ് വരച്ചത് കാണിക്കുകയും ചെയ്യാം. അതാണ് ഇതുവഴി സിയിൽ കൂടെ പോകത്തക്ക രീതിയിൽ ഇങ്ങനെ ഇൻഡിഫറൻസ് കർവ് വരച്ച് കാണിക്കുകയും ചെയ്യാം. പക്ഷേ അയാൾ ഇൻഡിഫറൻസ് കർവ് വരച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനും വരയ്ക്കുന്നില്ല. അതിലേറ്റവും ബെറ്റർ ഇതാണ്. കാരണം ഇവിടെ കൂടെ വേണം ഇൻഡിഫറൻസ് കർവ് വരയ്ക്കാം, എയിലൂടെ ഒക്കെ വരയ്ക്കാം. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഇൻഡിഫറൻസ് കർവിൻ്റെ ആ സ്ലോപ്പ് സെൻറ്റർ പാർട്ട് വന്നിട്ട് ബഡ്ജറ്റ് ലൈനെ ടാൻജൻറ്റ് ചെയ്താൽ മാത്രമേ സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരു കറക്റ്റ് ഇൻഡിഫറൻസ് കർവിൻ്റെ ടാൻജൻഷ്യൽ പൊസിഷൻ സി തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ദ ട്രയാങ്കിൾ OBL, ആ ഏരിയ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് പർച്ചേസിങ് ഏരിയ ഓഫ് ആവറേജ് കൺസ്യൂമർ. ഒരു ആവറേജ് കൺസ്യൂമറിൻ്റെ പർച്ചേസിങ് ഏരിയ ആണ് OBL. വിത്ത് ദ ലിമിറ്റ് ഓഫ് ദാറ്റ് ഏരിയ ഹി ക്യാൻ പർച്ചേസ് എനി കോമ്പിനേഷൻസ്, ബട്ട് ഹി പർച്ചേസ്, ബട്ട് അവർ കൺസ്യൂമർ പർച്ചേസ് only C part, that is while purchasing C he revealed his preference, that is strong ordering. All other alternatives are rejected by the consumer. This theory is called revealed preference theory. ഓക്കെ, അതായത് ഒരു കൺസ്യൂമർ അവൻ്റെ ഫീലിങ്സ്, അവൻ്റെ പ്രിഫറൻസ് അവൻ മാർക്കറ്റിൽ ഓപ്പണായിട്ട് റിവീൽ ചെയ്തു. അവിടെ സൈക്കോളജി ഒന്നുമില്ല. ഇത് ഈ തിയറിയുടെ ഫസ്റ്റ് പാർട്ടാണ്. ഇതിനെയും സെക്കൻഡ് പാർട്ടുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുക്കാം. കാരണം അതിലൂടെ ഈ ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ്, ഡിറൈവ്ഡ് ഡിമാൻഡ് ഫ്രം RP തിയറം, RP തിയറത്തിൽ നിന്ന് ഡിറൈവ്ഡ് ഡിമാൻഡ് കാണിക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് എങ്ങനെ അതിൻ്റെ അകത്ത് നിന്ന് ഡിറൈവ് ചെയ്യാം എന്നുള്ളതാണ് രണ്ടാം ഭാഗം. എല്ലാവരും ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.